സിനിമയുടെ കാലഘട്ടങ്ങൾ ഒരാളിൽ അവസാനിക്കുമ്പോൾ അതിനുശേഷം എന്തു സംഭവിക്കും? ഒരു സൂപ്പർ സ്റ്റാൻഡം സ്വയം എടുത്തു മാറ്റിക്കളഞ്ഞ ഒരു നടന്റെ അതിജീവന തന്ത്രം എന്തായിരിക്കും? മമ്മൂട്ടി എന്ന പ്രതിഭാസത്തിന്റെ സ്റ്റാൻഡം അത് അസ്തമിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും ഭ്രാന്തമായ യൂണിവേഴ്സൽ ലബോറട്ടറിയാണ്. ഓരോ വേഷവും ഒരു പോസ്റ്റ്മോർട്ടം ടേബിൾ കിടത്തിയ ശരീരം കണക്കെ സിനിമയുടെ ആഴത്തിലുള്ള പഠനങ്ങൾ വിധേയമാക്കാൻ വേണ്ടി മാത്രം അയാൾ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ. ആ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് മമ്മൂട്ടിയുടെ സ്റ്റഡീസ് എന്ന വിഷയത്തിന് ഏറ്റവും ഉചിതമായ ആമുഖം. കമേഴ്സ്യൽ അതിർത്തികളും വിശ്വാസ്യതയും കമേഴ്സ്യൽ വാല്യൂ ഉണ്ടാക്കാൻ എപ്പോഴെങ്കിലും ഒരു രാജമാണിക്യം പിറവി എടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പരീക്ഷണ ചിത്രങ്ങളായ ബ്രഹ്മയുഗം, റോഷാക്ക്, കാതൽ എന്നിവയ്ക്ക് പോലും കമേഴ്സ്യൽ വാല്യൂ ഉണ്ടാകുന്നത് സ്റ്റാൻഡം കൊണ്ടല്ല, മറിച്ച് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള അയാളുടെ വിശ്വസ്തത കൊണ്ടാണ്. ഇടയ്ക്ക് ടർബോ പോലുള്ള മാസ് എന്റർടൈനറുകൾ വരുമ്പോൾ അത് തന്റെ കമേഴ്സ്യൽ